ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പ്രകടന പത്രിക സങ്കല്പ പത്ര അതിൻ്റെ മലയാളം പരിഭാഷയാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. അത് മാനന്തവാടി പിതാവിന് നൽകി പ്രകാശനം ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാരണം, അദ്ദേഹം തന്നെ കഴിഞ്ഞ തവണ ഞാൻ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്നതിന് ശേഷം പിതാവിനെ കാണാൻ വന്ന സന്ദർഭത്തിൽ ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഈ വയനാട്ടൻ ജനത നേരിടുന്ന പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും നമ്മുടെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും ആ വിഷയം പ്രധാനമായും നമ്മുടെ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനമായിട്ട്, മോദിയുടെ ഗ്യാരണ്ടിയായിട്ട് ആ പ്രശ്നത്തിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം കാണാൻ ശ്രമമുണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാൻ, കർഷകർക്ക് കൂടുതൽ സഹായങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനൊക്കെ തന്നെ ധാരാളം വിഷയങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായി നൽകുന്നത് ഉൾപ്പെടെ, മുദ്രാ വായ്പ 20 ലക്ഷമായി ഈടില്ലാത്ത വായ്പ വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കേരളത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് മൂന്നാം മോദി സർക്കാരിൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്ര നല്ല ഒരു പ്രകടന പത്രികയാണ്, ഒരു സങ്കല്പ പത്രയാണ് BJP കേന്ദ്രത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും CPM-നും ജനങ്ങളുടെ വിഷയങ്ങളോ പ്രാദേശിക പ്രശ്നങ്ങളോ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് PML ആക്ട് എടുത്തു കളയും, CAA പിൻവലിക്കും, ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ മോദിയുടെ ഗ്യാരണ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP പ്രകടന പത്രികയിൽ പ്രാദേശികമായി സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് പ്രകടന പത്രികയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.